നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. വളരെ ചുരുങ്ങിയ ഇടവേളയിൽ 2 തവണയാണ് നരേന്ദ്രമോദി കേരളത്തിൽ സന്ദർശനം നടത്തിയത്. 2 തവണയും രാഷ്ട്രീയ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നാം കേൾക്കുകയും ചെയ്തു. തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 2 തവണയും നരേന്ദ്രമോദിയുടെ സന്ദർശനവും ആളെക്കൂട്ടലുമെല്ലാം. തൃശൂർ എടുക്കും എന്ന് തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണ് സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ കുറേ കാലത്തെ ഇടപെടലുകൾ നാം കാണുന്നത്. ഏതൊക്കെ മേഖലകളിൽ പോയി എന്തൊക്കെ ചെയ്താൽ വോട്ട് കിട്ടും എന്ന് ആലോചിച്ചുറപ്പിച്ചുള്ള സാമൂഹ്യ സേവന പദ്ധതികൾ കാണുന്നുണ്ട്. നരേന്ദ്രമോദി നിരന്തരമായി വന്ന് ഇറങ്ങി സുരേഷ് ഗോപിക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കുന്നുണ്ട്. മോദിയുടെ ഗ്യാരണ്ടിക്ക് വേണ്ടി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമെന്നാണ് മോദി പറയാതെ പറയുന്നത്. സാമൂഹ്യ സമവാക്യങ്ങൾ, മതസമവാക്യങ്ങൾ എന്നിവയിൽ ഒരു തിരുത്തിയെഴുത്തു സാധ്യമാകുമെന്നും അതുവഴി തനിക്ക് വിജയമുറപ്പിക്കാമെന്നും സുരേഷ് ഗോപി കണക്ക് കൂട്ടുന്നു. അദ്ദേഹത്തിന് ആത്മവിശ്വാസത്തെ തള്ളി പറഞ്ഞുകൂടാ. കാരണം കഴിഞ്ഞ തവണ അദ്ദേഹം സമാഹരിച്ച വോട്ടുകൾ മുൻ തവണത്തേക്കാൾ വലിയ തോതിൽ വർദ്ധിച്ചവയായിരുന്നു. ഇത്തവണ അത് വിജയത്തിലേക്ക് അടുപ്പിക്കാമെന്ന് സുരേഷ് ഗോപി കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെ അനുകൂല ഘടകങ്ങൾ അവർക്ക് ഒപ്പമുണ്ടാകും? അതോ എല്ലാ തവണയും നരേന്ദ്രമോദി വരുമ്പോൾ എല്ലായിടത്തും റോഡ് ഷോകളിൽ ആൾക്കൂട്ടത്തെ നാം കാണുന്നതാണ്. കർണാടകയിലും ഉണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ വലിയ ആൾക്കൂട്ടം. പക്ഷേ അവിടെ വിജയം നേടാൻ നരേന്ദ്രമോദി പങ്കെടുത്ത റോഡ് ഷോ സംഘടിപ്പിച്ച മണ്ഡലങ്ങളിൽ പോലും വിജയിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല എന്ന് കാണേണ്ടതാണ്. അതുതന്നെ ആവർത്തിക്കുമോ കേരളത്തിൽ? അതോ ഇത്തവണ ഒരു ഗെയിം ചേഞ്ചിങ് ഷോ നരേന്ദ്രമോദി സൃഷ്ടിക്കുമോ എന്നതാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയം. എന്നോടൊപ്പം ഈ ചർച്ചയിൽ CPIM നേതാവ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസിന് ശ്രീ അനിൽ അക്കര, ശ്രീ P കൃഷ്ണദാസ് BJP നേതാവ്, അഡ്വക്കേറ്റ് ടോണി ജോസഫ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നിവരാണ് ഈ ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നരേന്ദ്രമോദി ആവർത്തിച്ച് കേരളം സന്ദർശിക്കുന്നു എന്ന് വെച്ചാൽ ഇത്ര ചുരുങ്ങിയ ഇടവേളയിൽ അദ്ദേഹം ഒരേ സ്ഥലം സന്ദർശിക്കുന്നതൊക്കെ അപൂർവമാണ്, അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ അത്ര ആത്മവിശ്വാസമുണ്ട്, അല്ലെങ്കിൽ അത്ര തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ ഒരു നേട്ടം ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ. അതിനകത്ത് ശരിയാണ്, മോദി വരുന്നതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെയുള്ള എല്ലായ്പ്പോഴത്തെയും ഒരു പ്രതിരോധ വാചകം നിങ്ങൾക്ക് പറയാം. അതിനപ്പുറം മോദി എന്ത് പണിയെടുത്താലും എന്തുകൊണ്ട് ജയിക്കില്ല എന്ന് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പറയാൻ പറ്റുമോ? മോഡി എന്ത് പണിയെടുത്താലും കേരളത്തിൽ ജയിക്കില്ല, ഒരു സീറ്റും കിട്ടില്ല. എന്തുകൊണ്ടാണ് ഞങ്ങളങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, BJP ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്യുന്ന അനീതികൾ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന മതനിരപേക്ഷ ശക്തികൾ സജീവമായിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളം. തൃശ്ശൂർ എന്ന് പറയുന്നത് വളരെ രാഷ്ട്രീയ പ്രബുദ്ധമായ ഒരു മണ്ഡലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനവും വിശേഷിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വലിയ ചരിത്രമുള്ളൊരു പ്രദേശമാണ് തൃശ്ശൂർ. ഒരു കാലത്തും സംഘപരിവാറിൻ്റെ വർഗീയ അജണ്ടയ്ക്ക് സഹായകരമായ ഒരു നിലപാട് തൃശ്ശൂരിലെ വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നില്ല. അവിടുത്തെ സോഷ്യൽ ഫാബ്രിക് മാത്രമല്ല അതിന് കാരണം, സമരങ്ങളിലൂടെയും അത് കൈവരിച്ചിരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെയും ഒരു രാഷ്ട്രീയത്തിൻ്റെയും പ്രശ്നമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അങ്ങേയറ്റം വിഭാഗീയതയുണ്ടാക്കി സമൂഹത്തെ വിഭജിക്കാൻ ശ്രമങ്ങൾ നടത്തിയപ്പോൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം അടങ്ങുന്ന ജനങ്ങൾ ഒന്നിച്ചു നിന്ന് മാപ്പിള വിപ്ലവകാരികൾക്ക് സ്വീകരണം കൊടുത്തൊരു നഗരമാണ് നിഷാദേ ഈ തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പോൾ തൃശ്ശൂരിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് വിഭജനമുണ്ടാക്കുന്ന, വർഗീയമായി വിദ്വേഷം പടർത്തുന്ന, അങ്ങനെ സമൂഹത്തെ ആകെ അസ്ഥിരീകരിക്കുന്ന ഒരു അജണ്ടയ്ക്ക് സഹായകരമായ ഒരു നിലപാട് സ്വീകരിക്കില്ല. ഇനി കേരളത്തിലെ BJPയുടെ അജണ്ട പ്രത്യയശാസ്ത്രപരമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. മിസ്റ്റർ മോഡി ത്രിപുരയിൽ അവിടെ BJPക്ക് വിജയമുണ്ടായപ്പോൾ ആ വിജയമൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് നമുക്കറിയാം. ആ വിജയമൊക്കെ ഉണ്ടാക്കിയ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടുത്തെ കോൺഗ്രസിനെ പൂർണ്ണമായ രീതിയിൽ തൃണമൂലിലേക്ക് കൊണ്ടുപോകുന്നത്, എൻ്റെ തൃണമൂൽ വഴിയും കോൺഗ്രസ് നേതൃത്വത്തെ മുഴുവൻ തന്നെ എന്താണ് BJPയിലേക്ക് എത്തിക്കുന്നത്. ആസാമിലും അതേ തന്ത്രം തന്നെയാണ് അവർ പയറ്റിയത്. അത്തരം ഒരു തന്ത്രമൊന്നും കേരളത്തിൽ BJPക്ക് പയറ്റാൻ പറ്റില്ല. ഒരു സെലിബ്രിറ്റി എന്ന നിലയ്ക്ക് മിസ്റ്റർ സുരേഷ് ഗോപി വരുമ്പോൾ ആളൊക്കെ കൂടുന്നുണ്ടാവും, കൈ കൂപ്പുന്നുണ്ടാകും. അദ്ദേഹം ക്ഷണിച്ചാൽ പോകാൻ പറ്റാത്ത ആൾക്കാരാണ് നാട്ടിലെ ഭൂരിപക്ഷം. അത് ഗാന്ധി പറഞ്ഞ ഒരു സൂചന മര്യാദയുടെ. KT കുഞ്ഞിക്കണ്ണൻ നോക്കൂ, ഇവിടെ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ നേടിയ വോട്ടുകൾ 2,90,000 വോട്ട്, മുൻ തവണത്തേക്കാൾ എത്ര അധികമാണ് അദ്ദേഹം നേടിയത്. അപ്പോൾ ഗ്രാജുവൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അത് അടുത്ത ഘട്ടത്തിൽ വിജയത്തിലേക്ക് അടുപ്പിക്കാമെന്ന് അദ്ദേഹം വിചാരിക്കുന്നതിനെ നമുക്കൊരു കവിഞ്ഞ ചിന്തയായിട്ട് പറയാൻ പറ്റുമോ? അല്ല, അത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർ പ്രധാനമായും പ്രചരിപ്പിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങൾ തന്നെയാണ് UDFും പ്രചരിപ്പിച്ചത്. അപ്പോൾ UDFും BJPയും ശബരിമല അടക്കമുള്ള വിശ്വാസപരമായ പ്രശ്നങ്ങൾ പ്രധാനമായി ഉയർത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഒരു വലിയ വിഭാഗം വിശ്വാസികളിൽ നിന്ന് അവർക്ക്, ഇടത്തരക്കാരിൽ നിന്ന് അവർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ടാകാം. പക്ഷേ 2019 നിന്ന് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്.
ഇന്ന് BJP ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മൾ നോക്കണം. അപ്പോൾ EDയെയും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെയൊക്കെ ഉപയോഗിച്ച് വലിയ സെലിബ്രിറ്റികളെയൊക്കെ തന്നെ കൂട്ടുപിടിച്ച് അവരുടെയൊക്കെ തന്നെ സഹായത്തോടു കൂടി കേരള പൊളിറ്റിക്സിൽ ഒരു സ്ഥാനമുണ്ടാക്കാമെന്നാണ് മിസ്റ്റർ മോഡി ചിന്തിക്കുന്നത്. മോഡി അമിത്ഷാ ഇന്ത്യയിൽ പലയിടത്തും ആ സ്ട്രാറ്റജിയാണ് പയറ്റിയത്. ആ സ്ട്രാറ്റജി കേരളത്തിൽ ഒട്ടും വിജയിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ തൃശ്ശൂർ നഗരം എന്ന് പറയുന്നത് വടക്കുനാഥ ക്ഷേത്രമൊക്കെയായി ബന്ധപ്പെട്ട വിശ്വാസികളുടെയും ഭക്തരുടെയൊക്കെ ഒരു സമൂഹം അവിടെയുണ്ട്. അത്തരം വിഭാഗങ്ങൾക്കിടയിൽ വിശ്വാസപരമായ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അനുരണനം ഉണ്ടാകുന്നതിനെ ഒരു രാഷ്ട്രീയമായ ചലനമായിട്ട് നമ്മൾ ഒരു കാരണവശാലും കാണേണ്ടതില്ല. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഈ തൃശ്ശൂർ നഗരം വിട്ടുകഴിഞ്ഞാൽ എവിടെയും എന്താണ് മോഡിയോടോ സുരേഷ് ഗോപിയോടോ BJP രാഷ്ട്രീയത്തോടോ അവർ പറയുന്ന വിശ്വാസ പ്രശ്നത്തോടോ ഒന്നും ഒരു താല്പര്യവും ജനങ്ങൾക്കില്ല. ജനങ്ങൾ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് BJP നരേന്ദ്രമോദി ത്രിപുര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രത്യയശാസ്ത്ര വിജയം ഉണ്ടാകണമെങ്കിൽ ഇവിടെ വിജയിക്കണം, കേരളത്തിൽ വിജയിക്കണമെന്നാണ്. അപ്പോൾ കേരളത്തിൽ കാലുറപ്പിക്കുക എന്നത് അവരുടെ അജണ്ടയാണ്. പക്ഷേ അതിനെ അതിശക്തമായി ഇവിടുത്തെ മതനിരപേക്ഷ ജനാധിപത്യം കേരളത്തിന്റെ മതനിരപേക്ഷ ബോധം മോദിയെ അടുപ്പിക്കില്ല എന്ന ആത്മവിശ്വാസം CPM പങ്കുവയ്ക്കുകയാണ്. ശ്രീ അനിൽ അക്കര, നോക്കൂ, ഈ 20 മണ്ഡലങ്ങളിലും ജയിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ട് മുന്നണികളെ പോലെ ഒന്നും BJP പ്രവർത്തിക്കുന്നില്ല. അവർ തിരുവനന്തപുരം പോലും അത്രയും ഫോക്കസ് ചെയ്യുന്നില്ല, തൃശ്ശൂർ എടുക്കാനാണ് നോക്കുന്നത്. അവരതിനു വേണ്ടി അത്ര ഇൻവെസ്റ്റ് ചെയ്യാണ്. എത്രയോ കാലമായിട്ട് സുരേഷ് ഗോപി അവിടെ നിറഞ്ഞ് പ്രവർത്തിക്കുന്നു, ആവശ്യത്തിൽ കൂടുതൽ പണം കൊണ്ടുവന്ന് ഒഴുക്കുന്നു, ഇങ്ങനെ മാതാവിൻ്റെ എന്താ പറയുക ശിരസിൽ വെക്കാനുള്ള കിരീടം കൊടുക്കുന്നു. അതേസമയം എന്താ പറയുക തൃശ്ശൂരിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഇടപെടുന്നു. ഏതൊക്കെ തരത്തിൽ വോട്ട് സമാഹരിക്കാൻ കഴിയുമോ അതിൻ്റെ എല്ലാ മാർഗ്ഗങ്ങളും നോക്കുകയാണ്. നിങ്ങളെക്കാൾ ഒരുപാട് മുൻപേ അഡ്വാൻസ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂരാണ് അവരുടെ ഫോക്കസ്. നിങ്ങൾക്കത് നേരത്തെ മനസ്സിലായിട്ടില്ല? നിങ്ങൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് അന്ന് പ്രചരണം തുടങ്ങാനിരിക്കുകയാണോ? നിങ്ങളിതിനകത്തൊരു ത്രെട്ട് കാണുന്നില്ലേ? അല്ല, ഇതിനകത്ത് ഇന്നിപ്പോൾ നരേന്ദ്രമോദി വീണ്ടും വന്നതാണല്ലോ വീണ്ടും ഈ ചർച്ചയ്ക്ക് ആധാരം. അതല്ലെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി പ്രവർത്തിക്കുന്നതാണല്ലോ ഈ ചർച്ചയ്ക്ക് ആധാരം. ഇതിനകത്ത് ഒറ്റ വരി എനിക്ക് ആദ്യം പറയാൻ കഴിയും. ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമല്ല സുരേഷ് ഗോപി നടത്തുന്നത്, രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് സുരേഷ് ഗോപി നടത്തുന്നത്. രണ്ടാം സ്ഥാനം ഒരുപക്ഷെ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിക്കോ ലഭിക്കുന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇവിടുത്തെ പ്രശ്നം നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ പണമൊഴുക്കുകയാണ്, സ്വാഭാവികമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ഞങ്ങൾക്കും മനസ്സിലായി. ലൂർദ് മാതാവിൻ്റെ ശിരസിൽ അവിടെ സ്വർണം പൂശിയ കിരീടം കൊണ്ടുവയ്ക്കുകയും ആ കിരീടം അതേ സമയത്ത് വീഴുകയും ചിത്രം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിനകത്തുണ്ട്. ഇവിടെ ഒരേ സമയം ഈ 2 മാസത്തിനിടയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിൽ 2 വിവാഹങ്ങൾ നടന്നു. ഒന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവും അതുപോലെ തന്നെ TN പ്രതാപൻ്റെ മകൻ്റെ വിവാഹവും അവിടെ വെച്ച് നടന്നു. 2 വിവാഹങ്ങളും നടന്നു. ഈ 2 വിവാഹങ്ങളും ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എത്രയോ ദിവസമായി തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി വന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതേസമയം TN പ്രതാപൻ്റെ മകൻ്റെ വിവാഹം നടന്നത് അത് പണക്കൊഴുപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല. അദ്ദേഹം റിസപ്ഷൻ പോലും മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് വേണ്ടി, മകൻ്റെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച സംഖ്യ അത് തൻ്റെ വീടിൻ്റെ സമീപത്തുള്ള 2 പെൺകുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി പൂർണ്ണമായും കൊടുത്തത് ഒരു പത്രങ്ങളും വാർത്തയായില്ലല്ലോ, ഒരു TVയിലും വന്നില്ലല്ലോ. ഞാനാണല്ലോ ഇപ്പോൾ ആദ്യമായിട്ട് ഇന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മളത് മനസ്സിലാക്കണം. ഒരു കച്ചവട താല്പര്യത്തോടു കൂടി വരുന്ന ആളുകളെ തിരിച്ചറിയാൻ കേരളത്തിലെ ഏറ്റവും നല്ല കച്ചവടക്കാർ തൃശ്ശൂർക്കാരാണ്. സ്വർണ്ണ വ്യാപാര രംഗത്ത് എടുത്തു നോക്കിക്കോ, പിന്നെ ഇന്ത്യയിലെയും ലോകത്തെയും നമ്പർ 1 സ്വർണ്ണ വ്യാപാര രംഗത്തെ കച്ചവടക്കാർ തൃശ്ശൂർക്കാരാണ്. ലോകത്തെ സൂപ്പർ മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാപാരക്കാരെ എടുത്ത് നോക്കിയോ, തൃശ്ശൂർക്കാരാണ്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള തൃശ്ശൂർക്കാരാണ്. അപ്പം ഞങ്ങൾ തൃശ്ശൂർക്കാരെ വന്ന് പണം കൊണ്ട് മൂടി ഞങ്ങളെ പറ്റിക്കാമെന്ന് ഒരു സുരേഷ് ഗോപി വിചാരിച്ചത് നടക്കാൻ പോകുന്ന കാര്യമല്ല. പിന്നെ നരേന്ദ്രമോദി വന്ന് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? എത്ര തവണ നരേന്ദ്രമോദി ഇവിടെ വന്നിട്ടുണ്ട്? എത്ര തവണ നരേന്ദ്രമോദി ഗുരുവായൂരിൽ വന്നിട്ടുണ്ട്? ഇത് ആദ്യത്തെ തവണയൊന്നുമല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കൈലാഷ് നാഥിൻ്റെ വീട് എൻ്റെ പഞ്ചായത്തിലാണ്. അവിടെ ആ വീട്ടിൽ അദ്ദേഹം നരേന്ദ്രമോദി നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി വരുന്നതും തൃശ്ശൂർക്കാരെ സംബന്ധിച്ചോളം പുതുമയുള്ള കാര്യമല്ല. ഇനി നരേന്ദ്രമോദി തൃശ്ശൂരിൽ മത്സരിച്ചാൽ എന്താണ് സ്ഥിതി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2ാം സ്ഥാനത്തിനും 3ാം സ്ഥാനത്തിനും വേണ്ടിയുള്ള മത്സരമായിരിക്കും. പിന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു സുരേഷ് ഗോപിക്ക് 2,70,000 വോട്ട് കിട്ടിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ
BJP സ്ഥാനാർത്ഥികൾക്ക് ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രേരകമായ ഘടകം ഏതാണ് പരിശോധിക്കേണ്ടതാണ്. അത് കേരളത്തിലുണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടി, പുതിയതായി വന്ന രാഷ്ട്രീയ പാർട്ടി BJPയുടെ മുന്നണിയിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയമായ നേട്ടമാണ് BJPക്ക് ഉണ്ടായത്. അത്ര എനിക്ക് മനസ്സിലായി. അപ്പൊ അന്നത്തെ ഒരു സവിശേഷ സാഹചര്യത്തിൽ BJPക്ക് കിട്ടിയാണ് അധിക വോട്ട്. അത് മാറ്റി നിർത്തിയാൽ BJPക്ക് ഒരു പ്രസക്തിയും ഇവിടെ ഇല്ല എന്ന് താങ്കൾ പറയുന്നു. എന്നിട്ട് താങ്കളും താങ്കളുടെ പാർട്ടിയും താങ്കളുടെ പാർട്ടിയിൽ നിന്ന് മത്സരിച്ചേക്കാൻ സാധ്യതയുള്ള ഇപ്പോഴത്തെ MP പറയുന്നു ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരമെന്ന്. ഈ കേരളത്തിൽ BJP ഒരു നിലയ്ക്കും പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത പാർട്ടിയാണെന്ന് പറയുക, ഇന്ത്യ സഖ്യം നേരിട്ട് BJPയുമായി ഏറ്റുമുട്ടാത്ത സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്ന് പറയുക, എന്നിട്ട് ഞങ്ങളും BJPയും തമ്മിലാണ് ഫൈറ്റ് എന്ന ഒരു പുതിയ സമവാക്യം കേരളത്തിൽ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അത് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്? അല്ല, അതിന്റെ കാരണമാണ് ശ്രീ കുഞ്ഞിക്കണ്ണന്റെ ഡയലോഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചർച്ച നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അദ്ദേഹത്തിന്റെ വാക്കിൽ എന്താണ് വരുന്നത്? ആസാമിൽ BJP വളർന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്. ത്രിപുരയിൽ BJP വളർന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ അത് സ്വാഭാവികമായും BJP അത് CPM നേതാക്കന്മാർ വെറുതെ പറയുന്നതല്ല. അവർക്ക് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള അവർ വേറെ വഴികൾ നോക്കിയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ എഡിഷൻ എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട ചിത്രം ഏതാണ്? ഇന്ത്യയിലെ BJP ഇതര മുഖ്യമന്ത്രിമാരാരും കുറെ കാലമായി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ പോകാറില്ല. നേരത്തെ പോയിട്ടുണ്ടാകാം. പക്ഷെ ഇന്നത്തെ സാഹചര്യം എന്താണ്? ഇന്ന് ഗുരുതരമായ വിഷയം നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കമ്പനി സെക്രട്ടറി കമ്പനീസിന്റെ രജിസ്ട്രാർ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സാലോജിക്കിനായുള്ള വിവാദങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് CBI ശുപാർശയുമായി ബന്ധപ്പെട്ട സാഹചര്യം നിൽക്കുന്നു. കരുവന്നൂർ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന അതൊക്കെ ശരി. കരുവന്നൂരിലും എക്സാലോജിക്കിലും ഒക്കെ BJPയുമായി ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കാനുള്ള ആരോപണം വേറെ. ഞാൻ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ സിനാരിയോയാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിൽ BJPയും UDFും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതിന്റെ ഒരു ഉദ്ദേശം പറയൂ എന്താണെന്ന്. കാരണം BJPക്ക് നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ മൂല്യം കോൺഗ്രസ് സ്ഥാപിച്ചു കൊടുക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി BJPയാണോ? അല്ല. നിങ്ങൾ പോരാടുന്നത് CPM ലെഫ്റ്റിനോടാണ്. നിങ്ങൾ പറയുകയാണ് തൃശ്ശൂരിൽ പക്ഷെ ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരമെന്ന്. അപ്പൊ എന്താ അർത്ഥം എന്താണ്? BJPക്ക് നിങ്ങൾ ഒരു പ്രത്യേക മൂല്യം കൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടുത്തെ ലെഫ്റ്റിനേക്കാൾ മുകളിലാണ് BJP എന്ന്. അതല്ല ഞങ്ങൾ പറഞ്ഞു വന്നത് എന്താണ്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പം ഇന്ന് അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഈ സുരേഷ് ഗോപിക്ക് അമിതമായ പ്രാധാന്യം ഇവിടെ ഉണ്ടാക്കി കൊടുത്താരാണ്? കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ഒരു സമരത്തിലും പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഉൾപ്പെടെയുള്ള UDFന്റെ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാക്കന്മാരും നടത്തിയ വലിയ സമര പോരാട്ടങ്ങൾ, ആ സമര പോരാട്ടത്തിന്റെ തുടർച്ചയിലേക്ക് ചിലപ്പോൾ BJP വന്നിട്ടുണ്ടാകാം, ഞാനില്ല എന്ന് പറയുന്നില്ല. പക്ഷെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഒരു പദയാത്ര നടത്തിയപ്പോൾ ആ പദയാത്രക്കെതിരായി കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അനാവശ്യമായി സുരേഷ് ഗോപിക്ക് അനാവശ്യമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതൊക്കെ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത് സുരേഷ് ഗോപിയും നിങ്ങളും തമ്മിലാണ്, നരേന്ദ്രമോദിയുടെ പാർട്ടിയും ഞങ്ങളും തമ്മിലാണ് കേരളത്തിൽ മത്സരം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? നിങ്ങൾക്ക് ലെഫ്റ്റിനെ വിമർശിക്കാം, അവരുടെ സർക്കാരിനെ വിമർശിക്കാം, അവരുടെ നടപടികളെ വിമർശിക്കാം. നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണ്? കേരളത്തിൽ നിങ്ങൾ BJPയുമായിട്ടാണോ മത്സരിക്കുന്നത്? അല്ല, ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ നാട്ടിൽ ഇപ്പം നടക്കുന്ന ചർച്ച എന്താണ്? ഈ നാട്ടിൽ നടക്കുന്ന ചർച്ച നരേന്ദ്രമോദി നേരിട്ട് വന്ന് തൃശ്ശൂരിൽ നിയന്ത്രണം ഏറ്റെടുത്ത് തൃശ്ശൂർ പിടിക്കാനുള്ള നരേന്ദ്രമോദിയുടെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ മാത്രമാണ് സമരരംഗത്തുള്ളത്. തേക്കിൻകാട് മൈതാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദി വന്ന ജനുവരി 3-ാം തീയതി 2-ാം തീയതി തേക്കിൻകാട്ടിലെ പുരാതനമായ ആലിന്റെ കൊമ്പ് മുറിച്ച് മാറ്റിയപ്പോൾ ആ കൊമ്പ് മുറിച്ച് മാറ്റിയതിനായി സമരത്തിലേക്ക് വന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. ആ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണ് BJPക്കാരെ തല്ലാൻ ശ്രമിച്ചത്. ഇവിടെ ഇപ്പൊ നിൽക്കുന്ന ഓരോ വിഷയത്തിലും CPM നേതാക്കന്മാരെ കാണാനില്ല. തൃശ്ശൂർ കോർപ്പറേഷനിലെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ തൃശ്ശൂർ മേയർ BJPയുടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന സുരേഷ് ഗോപിക്ക് അനുകൂലമായി അവിടെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതുപോലെ തന്നെ വളരെ പുരാതനമായ തൃശ്ശൂർ പൂരത്തിന്റെ പൂര നടപടികളെ പോലും അട്ടിമറിക്കുന്ന രീതിയിലേക്ക് ദേവസ്വം മന്ത്രിക്ക് പോകാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ്. അപ്പൊ അനാവശ്യമായി ഇവിടെ BJPക്ക് സ്പേസ് ഉണ്ടാക്കുന്ന സമയത്ത് അനാവശ്യമായിട്ട് BJPക്ക് അവർ സ്പേസ് ഉണ്ടാക്കുന്ന വിമർശനം ഉന്നയിച്ചു. നിങ്ങൾ അനാവശ്യമായിട്ട് BJPക്ക് അവർ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നു. നിങ്ങൾക്ക് വിമർശനമാണ് അനാവശ്യമായിട്ട് ആർക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് നിങ്ങളുടെ വിമർശനം.
എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങളും ബി ജെ പി തമ്മിലാണ് മത്സരം. ആരാ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ആരാ അവരെ എടുത്ത് തലയിൽ വെക്കുന്ന? ആരാണ്? അവരൊരു പ്രധാനപ്പെട്ട ഒപ്പോണന്റ് ആണ്. അവരുമായിട്ടാണ് മത്സരം എന്ന് പറയുന്നത് നിങ്ങളാണോ പറയുന്നത് ബി ജെ പിക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കരുതെന്ന്? ഭയങ്കര വൈരുദ്ധ്യമാണ് അതിനകത്ത്. അല്ല, ആവശ്യമില്ലാത്ത സ്പേസ് അല്ല ഞങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എവിടെയാണ്? സുരേഷ് ഗോപിക്കെതിരായി ഇവിടെ പദയാത്രയുമായി ബന്ധപ്പെട്ട് കേസെടുത്തു. അതിന്റെ ചുവട് കൊടുച്ചുകൊണ്ട് പ്രധാനമന്ത്രിയായി കേസെടുത്തു. ആ 2 കേസിനും ഒരു പ്രസക്തിയുമില്ല. കാരണം തൊട്ടപ്പുറത്തെ ദിവസങ്ങളിൽ റോഡ് അടച്ചു കെട്ടി CPM നേതാക്കന്മാർ സമരം നടത്തി. ഞാൻ പറഞ്ഞത് അവിടെയല്ല. തിരുവമ്പാടിയുടെ കൊടി ഉയർത്തുന്ന ആൽത്തറയിലെ ആ ആലിന്റെ കൊമ്പ് മുറിച്ചു മാറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിഷാദ എന്ന് പറഞ്ഞ സമരം നടത്താതിരിക്കാൻ കഴിയോ? അവിടെ നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ഇലക്ട്രൽ പൊളിറ്റിക്കൽ പൊസിഷനെ കുറിച്ചാണ് എന്റെ ചോദ്യം. അപ്പൊ നിങ്ങൾ ആല് മുറിച്ച കാര്യം പറയല്ലേ? നിങ്ങളൊരു കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. കേരളം പോലെ ഒരു സ്റ്റേറ്റിൽ ഞങ്ങൾ ബി ജെ പിയെ ഒരു പ്രധാന ശത്രുവായി കാണുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അത് വെറുതെ ഒരു എന്തെങ്കിലും ഒരു താൽക്കാലിക നൈമിഷിക നേട്ടത്തിന് പറയാൻ പറ്റുന്ന ഒരു വാചകമല്ല. അതാണ് എൻ്റെ ചോദ്യം. ഞാനൊന്ന് വരാമേ, ഞാൻ ഈ പാനലൊന്ന് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ടോണി ജോസഫിനോടൊപ്പം ഉണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി. ടോണി ജോസഫ്, ലൂർദ് മാതാവിന്റെ പള്ളിയിൽ സ്വർണ്ണ കിരീടവുമായിട്ട് ഒരാൾ വന്നാൽ അയാളെ ആട്ടി ഓടിക്കാനൊന്നും കഴിയില്ല, സ്വീകരിക്കുക. അയാൾക്ക് ആ സ്വർണ്ണ കിരീടം ചാർത്തണമെങ്കിൽ ചാർത്താൻ അനുവദിക്കുക. അതൊരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. അതുകൊണ്ട് ലൂർദ് മാതാവിനെ വിശ്വസിക്കുന്ന ആളുകളുടെ വോട്ട് മുഴുവൻ കിട്ടും എന്ന് ബി ജെ പി വിചാരിക്കേണ്ട എന്ന് പറയുമോ? വളരെ രസകരമായ ചോദ്യമാണ് കേട്ടോ. അത് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ രാഷ്ട്രീയപരമായിട്ടും വളരെയധികം പ്രബുദ്ധതയുള്ള ജനതയാണ് കേരളത്തിലെ ജനത. അവർ ഒരു ലൂർദ് മാതാവിൻ്റെ മേൽ ഒരു കിരീടം വെച്ചതിൻ്റെ പേരിൽ വോട്ട് മാറുന്ന ഒരു സമൂഹമല്ല കേരളത്തിലെ സമൂഹം. വളരെയധികം രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി തൃശ്ശൂർ ഏത് തരത്തിലും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് ശ്രമങ്ങളും നടത്താൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി രണ്ടാമതും ഇവിടെ തൃശ്ശൂർ വന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, തൃശ്ശൂർ എടുക്കുവാൻ വേണ്ടി തന്നെയാണ് പ്രധാനമന്ത്രി വന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും തമ്മിലുള്ള പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത്. അവിടെ ഒരു മൂന്നാമത് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി അവിടെ കടന്നു വരാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബി ജെ പിയെ സംബന്ധിച്ചോളം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ലോകത്തിലെ ഏറ്റവും അധികം മാർക്കറ്റ് ചെയ്യാൻ പഠിച്ച ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ബി ജെ പി. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്യാൻ മറ്റാർക്കും കഴിയാത്ത രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്തെ അവസ്ഥ നോക്കിയാലും കേരളത്തിലെ അവസ്ഥ നോക്കിയാലും സാമ്പത്തികമായി പാവപ്പെട്ടവർ വളരെയധികം പിറകിലാണ് നിൽക്കുന്നത്. പക്ഷേ അവിടെ ആ ജനങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളൊന്നുമല്ല ജനങ്ങൾ ഇന്നത്തെ ഇലക്ഷൻ അജണ്ടയായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ അജണ്ടയായിട്ട് വന്നിരിക്കുന്നത് ജനുവരി 22-ാം തീയതി രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന ആ വിഷയമാണെന്ന് ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്ക് ഇവിടെ പ്രശ്നം ആരും ചിന്തിക്കുന്നില്ല, പറയുന്നില്ല. അതുപോലെ നമുക്കറിയാം, ഇവിടുത്തെ പാവപ്പെട്ടവർ വളരെയധികം ഒരു മോശമായ രീതിയിൽ കൂടി പാവപ്പെട്ടവർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും ഒരു ഇലക്ഷൻ വാർത്തയല്ലാതെ രാമജന്മഭൂമി പ്രശ്നം മാത്രം അജണ്ടയാക്കി മാറ്റുവാൻ ബി ജെ പി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബി ജെ പി അവരുടെ എല്ലാ ആയുധങ്ങളും എടുത്ത് ഇലക്ഷനെ നേരിടാൻ വേണ്ടി അവർ ശ്രമിക്കും. അപ്പോൾ ക്രൈസ്തവരെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആൾക്കാരാണ്. അവർ ആ രാഷ്ട്രീയ പ്രബുദ്ധത അനുസരിച്ച് അവർക്ക് വോട്ട് ചെയ്യാൻ അറിയാം. വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, അത് വോട്ട് ചെയ്യാൻ അറിയാം. അപ്പോൾ അത് ഈ ഒരു മാതാവിൻ്റെ കിരീടം വെച്ചു എന്നതിൻ്റെ പേരിൽ ഒരു വോട്ട് മാറുമെന്ന വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസും CPM-ഉം ബി ജെ പി ഇവിടെ ഒന്നും ആകില്ല എന്ന രീതിയിലൊരു പ്രവർത്തനം നടത്തിയാൽ അത് ഒരു വിപരീത ഫലം ഉണ്ടാകുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസും ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനം നടത്തുകയും ചെയ്താൽ ബി ജെ പിയുടെ വളർച്ചയെ തടയാൻ കഴിയും. അതല്ല, ബി ജെ പിയുടെ ഒന്നുമല്ല എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവരെ തള്ളിക്കളയാൻ ശ്രമിച്ചാൽ അവരിതിൻ്റെ ഇടയിൽ കൂടി കയറി വരാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. കൃഷ്ണദാസ് ബി ജെ പി നേതാവിനോടൊപ്പം ഉണ്ട്. കൃഷ്ണദാസ്, ഈ എന്താണ് ലൂർദ് മാതാവിൻ്റെ ശിരസിൽ ഇപ്പോൾ കൊണ്ടുപോയി സ്വർണ്ണ കിരീടം വെക്കുന്നത് നമ്പറാണെന്ന് മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് വിശ്വാസികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ മലയാളം. അതുകൊണ്ട് അത് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നുള്ള അതിമോഹം വേണ്ട എന്ന്.
അല്ല നിഷാദെ, അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞതായി ഞാൻ കേട്ടില്ല. സ്വാഭാവികമായും കേരളത്തിൽ ഉയർന്നു വരുന്ന പല വിഷയങ്ങളുടെ ഭാഗമായും ഉണ്ടാകുന്ന രാഷ്ട്രീയ ചർച്ചകൾ വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകും. അതെല്ലാ തരത്തിലുള്ള വിഷയങ്ങളും ഭാഗമാകും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇന്ത്യ മുന്നണിയും NDA മുന്നണിയും തമ്മിലാണ് രാജ്യത്ത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ അത് രണ്ടാണ് എന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചാലും അതൊന്നായി തന്നെ ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ ഒക്കെ ആയി അങ്ങനെ പോകേണ്ടി വരും, ഇടതുപക്ഷത്തെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും. ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാൾ കേരളത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എതിർക്കാൻ വേണ്ടി കഴിയുക? അപ്പോൾ സ്വാഭാവികമായും വയനാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഒന്നുകിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതിരിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകേണ്ടി വരും. സ്വാഭാവികമായും നേരത്തെയുള്ള കാലഘട്ടങ്ങളിൽ BJPക്ക് അനുകൂലമായൊരു ഞാൻ നിങ്ങളൊന്നും സംസാരിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ലല്ലോ. വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത കുറവാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. സോറി, ഞാൻ നിഷാദാണ് പറഞ്ഞത്, ഞാൻ ശ്രദ്ധിച്ചില്ല. നിഷാദ്, സോറി. ഞാൻ കണക്ക് കൂട്ടുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വയനാടല്ലാതെ ഒരു സുരക്ഷിത മണ്ഡലം, കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് മണ്ഡലം അല്ലാതെ അദ്ദേഹത്തിനൊരു സുരക്ഷിത മണ്ഡലം മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ എന്നുള്ളത് കോൺഗ്രസ്സുകാർ തീരുമാനിക്കട്ടെ. അത് അവർക്കതിനുള്ള അധികാരവും അവകാശമൊക്കെ അവർക്കുണ്ടല്ലോ. നിലവിൽ അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള MP ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇനി അതല്ല അദ്ദേഹം മത്സരിക്കുന്നില്ലെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ശ്രീ KC വേണുഗോപാലാണെങ്കിലും കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളാണെങ്കിലും അവരെല്ലാം മത്സരിക്കാൻ വരുമ്പോൾ ഇടതുപക്ഷത്തിന് എന്ത് നയം സ്വീകരിക്കാൻ വേണ്ടി കഴിയും? കാരണം പാർട്ടിയുടെ അഖിലേന്ത്യാ നയം എന്ന് പറയുന്നത്, സീതാറാം യെച്ചൂരി പറയുന്ന നയം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അതിനപ്പുറത്ത് വ്യത്യാസമൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇനി അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാലും താഴെ തട്ടിലുള്ള ആളുകൾ അതിനെ എങ്ങനെ കാണും എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ രണ്ടു വട്ടം ആലോചിക്കേണ്ടി വരും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിനും അത് കഴിയില്ല. CPMന് ശക്തി കേന്ദ്രമായിട്ടുള്ള മണ്ഡലങ്ങളിൽ CPMനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിനും കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മറ്റൊരു കാലഘട്ടത്തിലും ഇല്ലാത്ത തരത്തിൽ ഒരു വലിയ ധ്രുവീകരണത്തിന് വേദിയാകാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ ശ്രീ ടോണി ജോസഫ് സൂചിപ്പിച്ചതുപോലെ BJP ഏതെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ടോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഗിമ്മിക്ക് കാണിച്ചുകൊണ്ടോ വരുന്ന പാർട്ടിയല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ ഇന്ന് പോലും പ്രധാനമന്ത്രി കേരളത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് 4000-ഓളം കോടി രൂപയുടെ പദ്ധതികളാണ്. കേരളത്തിലെ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 60,000-ലേറെ കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തിലൂടെ നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഓരോ തലവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം കേരളത്തിൻ്റെ പഞ്ചായത്ത് തലം മുതൽ ബൂത്ത് തലം മുതൽ എല്ലാ മേഖലകളിലുമുള്ള ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണപരമായിട്ടുള്ള വികസനപരമായിട്ടുള്ള അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർക്ക് അവരുടെ 6,000 രൂപയുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഞാൻ ചോദിക്കുന്നത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. ഒന്നിൽ ഊർദു മാതാവിന്റെ പള്ളിയിൽ പോയി അസാധാരണമായി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കിരീടം സമർപ്പിക്കുക. നരേന്ദ്രമോദി തേക്കിൻകാട് മൈതാനത്ത് പ്രസംഗിക്കുന്നത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ വരുന്നത് കാശി വിശ്വനാഥൻ്റെ മണ്ണിൽ നിന്നാണ്, എൻ്റെ മണ്ഡലം അതാണ്. ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്ന ഇതാ ശിവൻ്റെ ഭൂമികയിലാണ്. അതിൻ്റെ സവിശേഷമായ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. വിശ്വാസത്തിലാണ് പിടിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ BJPയുടെ പരിപാടി പങ്കെടുത്ത് പറഞ്ഞെന്താണ്? നമ്മൾ 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടത്താൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ഓരോ വീട്ടിലും വിളക്ക് തെളിയുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ഒരു രാഷ്ട്രീയ മീറ്റിങ്ങിൽ. എങ്ങനെ നമ്മൾ ബൂത്തുകളിൽ ജയിക്കണം എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ രാമക്ഷേത്രത്തെക്കുറിച്ച് പറയും. അപ്പോൾ ഈ പ്രീണനത്തിൻ്റെ നമ്പർ ഉണ്ടല്ലോ, അത് കേരളത്തിലെടുത്ത് വീശിയാൽ ഏശാൻ പോകുന്ന ഒന്നല്ല എന്ന കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ അപ്പുറത്തുള്ളവർക്കുള്ളത്. നിഷാദെ, അതിനെ സംബന്ധിച്ചുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തിലാണെങ്കിലും ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം ലൂർദ് മാതാ പള്ളിയിൽ പോയി കിരീടം വെക്കുന്നതിനെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞ കാര്യത്തിലാണെങ്കിലും എല്ലാം അത് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നൊരു സ്വകാര്യ ചടങ്ങ് മാത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു, അദ്ദേഹം വാസ്തവമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്. അദ്ദേഹം വാരണാസിയിൽ നിന്ന് വരുന്ന MP ആണ്, അദ്ദേഹം വാരണാസിയിൽ നിന്നുള്ള പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലം അതാണ്, അദ്ദേഹം പ്രസംഗിച്ച സ്ഥലം അത് വടക്കുന്നാഥൻ്റെ മണ്ണിലാണ്. അതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ, അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പിന്നെ അങ്ങ് അതിൽ കാണുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റ് പാനലിസ്റ്റുകൾ അതിൽ കാണുന്ന രാഷ്ട്രീയം, അവർ ഇപ്പോൾ അങ്ങ് എന്നോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, രാമൻ്റെ ക്ഷേത്രത്തിൻ്റെ
പ്രാണപ്രതിഷ്ഠയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. അതിലെന്താ തെറ്റുള്ളത്? BJP എക്കാലത്തും ആ വിഷയം BJPയുടെ ഒരു രാഷ്ട്രീയ വിഷയം എന്നുള്ള നിലക്ക് തന്നെ ഈ രാജ്യത്ത് ഉയർത്തിയിട്ടുള്ള വിഷയമാണ്. ആളുകളാണല്ലോ ഇടതുപക്ഷം. BJP ഉയർത്തിയിട്ടുണ്ട് എന്നുകൊണ്ടെല്ലാം ശരിയാവുന്നില്ല. ആദ്യത്തെ കാര്യം. രണ്ട്, BJP ഉയർത്തിയിട്ടുള്ള അത്തരം സംഗതികളെ തിരസ്കരിച്ച നാടാണിത് എന്നാണ് എന്റെ പോയിന്റ്. നിങ്ങൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് അത് പ്രവർത്തിക്കുന്ന പല സ്ഥലം ഉണ്ടാവും. അത് പറഞ്ഞാൽ ഇന്ത്യയിൽ വിജയിക്കുമോ, കേരളത്തിൽ നടക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ആളുകൾക്ക് ഈ സംഗതി മനസ്സിലാവുമല്ലോ. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പ്രസംഗിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഓർമ്മയുള്ള, അത് ചോദിക്കാൻ ശേഷിയുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള, ചരിത്ര ബോധ്യമുള്ള, വർത്തമാന ബോധ്യമുള്ള മനുഷ്യന്മാർ കേരളത്തിലുണ്ടെന്നാണ് ഞാൻ പറയുന്ന കാര്യം. രണ്ടാമത്തേത്, മോദി ഈ അമ്പലത്തിന്റെ കണക്ഷൻ പറയുമ്പോൾ അത് നരേന്ദ്രമോദിയുടെ എന്താ പറയുക മതപ്രീണന ബുദ്ധിയാണെന്ന് മനസ്സിലാക്കാൻ ശേഷിയുള്ള ആൾക്കാർ തൃശ്ശൂരുണ്ടെന്നാണ് തൃശ്ശൂരുകാരായിട്ടുള്ള ഈ കോൺഗ്രസ് നേതാവ് പറയുന്നത്. അപ്പോൾ ഈ നോർത്തിൽ പാറ്റുന്ന സാധനം ഇവിടെ നടക്കുമെന്നാണ് ചോദിക്കുന്നത്. നിഷാദെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും വലിയ വെപ്രാളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കാണെങ്കിലും BJP നേതൃത്വത്തിനാണെങ്കിലും ദേശീയ ഗവൺമെൻറ്റിനാണെങ്കിലും വലിയ സ്വീകാര്യത യുവാക്കളുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലും ജനവിഭാഗങ്ങളുടെ ഇടയിലും സാധാരണക്കാരുടെ ഇടയിലും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അത് വോട്ടാക്കാൻ കഴിയുമോ, അത് ജയിക്കാൻ കഴിയുമോ എന്നൊക്കെ അങ്ങ് ചോദിച്ചാൽ ഇവരെല്ലാവരും വലിയ കുത്തകകളായി വെച്ചുകൊണ്ടിരുന്ന ബംഗാളും ത്രിപുരയുമൊക്കെ ഇപ്പോൾ എവിടെയുള്ളത്? ഇവരുടെ വലിയ കുത്തകകളായി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവരെല്ലാം ജയിച്ചു കയറും, ഞങ്ങളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന സംസ്ഥാനങ്ങളാണ് എന്ന് പറഞ്ഞ മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ എവിടെ പോയി? അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കേരളം വേദിയാകാൻ പോകുന്നു എന്നുള്ളതാണ്. അതിന് വെപ്രാളം കൊണ്ടിട്ട് കാര്യമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെപ്രാളം കൊണ്ട് ഇവർ കാണിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. അവർക്ക് BJPയോടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അന്ധമായിട്ടുള്ള വിരോധം മാത്രമാണത്. ആ അന്ധമായ വിരോധം കൊണ്ട് BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമാണോ എന്നുള്ളത് അവർ തന്നെ ആലോചിക്കേണ്ടതാണ്. മത്സരിക്കാതെ രക്ഷയില്ല. ഇപ്പൊ നോക്കൂ, തൃശ്ശൂരിൽ ശ്രീ കൃഷ്ണദാസ് ഏറ്റവും നല്ല സ്വാധീനമുള്ള കത്തോലിക്ക സഭ, ക്രിസ്ത്യൻ മതവിശ്വാസികൾ, അവരുടെ സഭാ ലീഡർഷിപ്പായിട്ടുള്ള KCBC കഴിഞ്ഞ ദിവസം ഒരു ദീർഘമായ കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? BJPയുടെ ഒരു വശത്തുകൂടി ക്രൈസ്തവരെ പുണരാൻ ശ്രമിക്കുമ്പോഴും അപ്പുറത്തുകൂടി എന്തുമാത്രം വലിയ പെർസിക്യൂഷൻ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നതിൻ്റെ കണക്ക് വിശദീകരിക്കുകയാണ് അവർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ചേരാൻ കഴിയാത്ത ഒരു സംഘമാണിത് എന്ന് പറയാതെ പറയുന്നുണ്ട് അവർ. അത് അസാധാരണമായൊരു കുറിപ്പാണ്. അതിൻ്റെ തുടർച്ചയിലാണ് ശ്രീ ടോണി ജോസഫ് പറയുന്നത് ഇതൊന്നും കണ്ടിട്ടും ഈ വീഴുന്നവരല്ല ക്രൈസ്തവർ എന്ന്. നിഷാദെ, അതിനെ അങ്ങനെ വായിക്കേണ്ടതില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലിപ്പോൾ UDFനെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ രാജ്യത്തിൻ്റെ ഭാഗതയും നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കഴിയും എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണോ? അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? എന്താ ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിലെ പ്രസക്തി? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു MP ആണ് ഇന്ന് കേരളത്തിൽ നിന്ന് അവർക്കുള്ളത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താകും എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ രാജ്യത്ത് ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ള പ്രത്യാശ നിലവിലെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടോ? അത് അവർ തന്നെ ആലോചിക്കട്ടെ, അവർക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത്. ഇവർക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് BJPയെ പരാജയപ്പെടുത്താൻ കേരളത്തിലൊരു രാഷ്ട്രീയം കൊണ്ടുവരാം. അതിൽ തെറ്റൊന്നും ഞങ്ങൾ കാണുന്നില്ല. BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം തർക്കിക്കാനും അതിനോട് വിയോജിക്കാനും അതിനെ എതിർക്കാനും ഇവർക്ക് ഒരുമിച്ച് നിൽക്കാം. അങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കാം. അതല്ലാതെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പോംവഴി ഇവരുടെ മുന്നിൽ ഉണ്ടാകും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിശ്വസിക്കാൻ വയ്യ. തൃശ്ശൂരാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. അത് BJP അവിടെ ഒരു ഫാക്ടർ അല്ല നിങ്ങൾ പറയാണ്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് BJP ഫാക്ടർ ആണെന്നാണ്. കാരണം അവർ തമ്മിൽ ആ മത്സരം. അത് നിഷാദിലും ഒരു സാമാന്യ ഇത്തരം കാര്യം അറിയുന്ന ഒരാളാണല്ലോ. അരുവിക്കര തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ എന്താണ്? ഈ അനിൽ അക്കരെ ഇവിടെ പറഞ്ഞ അതേ വാചകമാണ്. ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം, NDAയും തമ്മിലാണെന്നാണ്. അരുവിക്കരക്കാർ കാണിച്ചു കൊടുത്തല്ലോ ആര് തമ്മിലാണ് മത്സരം എന്നത്. ഈ തൃശ്ശൂരിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. തൃശ്ശൂരിലെ ജനങ്ങൾ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ളൊരു മഹാപോരാട്ടമാണ് നടക്കുന്നത്. മതനിരപേക്ഷതയായിട്ട് വർഗീയതയുടെ അന്ധത പടർത്തി രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന, രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തകർത്തത്, രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ദരിദ്രവൽക്കരിച്ച് ഏറ്റവും മോശപ്പെട്ട സോമാലിയേക്കാൾ ദരിദ്രമായ ഒരു അവസ്ഥയിൽ വിശക്കുന്നവരുടെ എണ്ണം കൂടിയ ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയ BJP കേരളം പോലെ ഒരു സംസ്ഥാനം എല്ലാ രംഗങ്ങളും നേടിയ നേട്ടങ്ങളെ മുഴുവൻ തകർക്കുക എന്ന ഒരു കേരള അജണ്ട, ആ അത്തരം ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതങ്ങൾ
നൽകാതിരിക്കുന്നത്, ഗ്രാൻറ്റുകൾ വെട്ടിക്കുറക്കുന്നത്, കേരളത്തിന് ലഭിക്കേണ്ട ചെലവഴിച്ച പണത്തിൻ്റെ കുടിശ്ശിക പിടിച്ചു വെച്ചിരിക്കുന്നത്, ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരമെന്ന് പറയുക മാത്രമേ രക്ഷയുള്ളൂ. അത് ഞങ്ങൾക്കറിയാം. CPM മത്സരിക്കുന്നിടത്ത് അവരെടുക്കാൻ പോകുന്ന സ്ട്രാറ്റജി എന്താണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കൊരു കാര്യം അറിയാം. ഇന്ത്യ മുന്നണി ഉൾപ്പെടെയുള്ള BJPക്ക് ബദലാവുന്ന ഒരു രാഷ്ട്രീയ സഖ്യം 2024 തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ പരമാവധി ഇടതുപക്ഷ MP മാരുണ്ടാവണം. അതെന്താണ്? കൈവൊക്കലിൽ അംഗീകാരം കൊടുക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് BJP വിരുദ്ധ മതനിരപേക്ഷ കക്ഷികളെ ഏകോപിപ്പിക്കുന്നതിൽ ദേശീയ തലത്തിൽ നിലപാട് കൊണ്ട് തന്നെ, കറകളഞ്ഞ മതനിരപേക്ഷ നിലപാട് കൊണ്ട് തന്നെ വലിയ വിശ്വാസ്യതയും മുൻകൈയുമുള്ള കക്ഷികളാണ് ഇടതുപക്ഷം. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ വരും. കോൺഗ്രസിനെയും BJPയും പുറന്തള്ളിക്കൊണ്ട് വലിയ വിജയം, ഇന്ത്യക്കാകെ മാതൃകയാവാൻ കഴിയുന്ന രീതിയിൽ മോഡിയുടെ സന്ദർശനം, മോഡിയുടെ പ്രസംഗങ്ങൾ, ഗുരുവായൂർ മാത്രമല്ലല്ലോ, തൃപ്രയാറും പോവുകയല്ലേ, നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പോവുകയല്ലേ. അത് വ്യക്തിപരമായി ഒരു പ്രധാനമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോയിക്കൂടാന്ന് ഞങ്ങൾ പറയുന്നത്, അതെല്ലാം രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കാശിനാഥൻ്റെ നാട്ടിൽ നിന്ന് വടക്കുനാഥൻ്റെ നാട്ടിലേക്ക്, കാശിനാഥൻ്റെ നാട്ടിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ ചരിത്രപ്രധാനമായ ഗ്യാമ്പാവി മസ്ജിദ് പൊളിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. അപ്പുറത്ത് UPയിലേക്ക് ചെന്ന മധുരയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചരിത്രപ്രധാനമായ ഈദ്ഗാഹ്, ഷാഫി ഈദ്ഗാഹ്, അവിടെയാണ് ഒരു കൃഷ്ണൻ ജനിച്ചത്. കൃഷ്ണൻ ഓൾറെഡി ക്ഷേത്രമുണ്ട് മധുരയിൽ. ഇതൊക്കെ ചെയ്യുന്ന വിധ്വംസകനായ, അസ്ത്രീകരണം ഉണ്ടാക്കുന്ന, തനിവർഗീയവാദിയായ ഒരു പ്രധാനമന്ത്രിയെ കേരളം പോലെ ഒരു സമൂഹം വികസന നായകനായി അംഗീകരിക്കില്ല. ഇവിടെ കൃഷ്ണദാസ് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പരിപ്രേക്ഷ്യം, അദ്ദേഹത്തിനുണ്ടായ ഈ പരിവേഷം ആരുണ്ടാക്കിയതാ? കൃഷ്ണദാസെ. ഏറ്റവും കുൽസിതമായ, ലോകത്തെ ഏറ്റവും കുൽസിതമായ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്ന, വംശീയതയൊക്കെ തന്നെ ജനങ്ങളുടെ പൊതുബോധമാക്കി മാറ്റുന്ന ഈ ആപ്കോ വേൾഡ് വൈഡ് പോലുള്ള പബ്ലിക് റിലേഷൻസ് കമ്പനിയാണ്. അത് അമേരിക്കൻ കമ്പനിയാണ്. അത് ഇസ്രയേൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ലോകത്തെമ്പാടും എന്താണ്, കുറ്റകൃത്യങ്ങളിലൂടെ രാഷ്ട്രീയ അധികാരം പിടിക്കാൻ വംശീയ പാർട്ടികളെ സഹായിക്കുന്നുണ്ട്. ആ ആപ്കോ വേൾഡ് വൈഡ് പോലുള്ള ഇത്തരം പബ്ലിക് റിലേഷൻസ് കമ്പനികളുടെ സഹായത്തോടു കൂടി ബിൽഡപ്പ് ചെയ്തെടുത്ത മോഡിയുടെ ഇമേജ്, ആ ഇമേജ്, ആ മോഡീസ് ഇമേജ് എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ഈ രാജ്യത്ത് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് കേരളം പോലെ പ്രബുദ്ധമായ ഒരു രാഷ്ട്രീയ സമൂഹം BJPയെ പ്രതിരോധിക്കുന്നത്. BJPയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്ക് മാതൃകയാകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത്തരമൊരു സന്ദർഭത്തിൽ നിങ്ങൾ ആശിക്കേണ്ട, നിങ്ങൾ ലൂർദ് മാതാവിൻ്റെ ശിരസിൽ എന്താണ് കിരീടം കൊണ്ട്, എന്ത് വൃത്തികേടാണിത്? എന്ത് വൃത്തികേടാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണോ? ഇത് മതത്തോടുള്ള സ്നേഹത്തോടെ? അങ്ങനെയാണ് അദ്ദേഹം പറയേണ്ടത്. എന്താണ്, 270 പള്ളികളാണ് മാർക്ക് ചെയ്ത്, മുൻകൂട്ടി മാർക്ക് ചെയ്ത് ആ മണിപ്പൂരിൻ്റെ പർവ്വത മേഖലകളിലും താഴ്വരയിലും പൊളിച്ചു കളഞ്ഞത്. ഗുജറാത്തിൽ 2002 എങ്ങനെയാണോ പ്ലാൻ ചെയ്ത് കലാപം നടത്തിയത്, അതിന് സമാനമായ ആസൂത്രണത്തോടെയാണ് ഈ മണിപ്പൂരിൽ സംഘപരിവാറിൻ്റെ മണിപ്പൂർ സൈന്യമായിട്ടുള്ള ഈ മെയ്തേയ് ലിപൂൺ എന്ന് പറയുന്ന സംഘടന അവിടെ കലാപം ഉണ്ടാക്കിയത്. ആ പൊളിച്ച പള്ളി, അത് പൊളിച്ചതിനോട് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. മെയ്തേയ് ലിപൂൺ ചെയ്താണ്, ഞങ്ങളതിനെ തള്ളിപ്പറയുന്നു എന്ന് മോഡി പോട്ടെ. ഈ സുരേഷ് ഗോപി ഒരു പ്രസ്താവന ഇറക്കിയതിന് ശേഷമാണ് ലൂർദ് മാതാവിൻ്റെ മുമ്പിൽ പോകുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കാം. നമ്മളുടെ സമൂഹത്തിൽ വിശ്വാസത്തിൻ്റെ പരമായിട്ട് ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ പോകുന്ന ജനങ്ങളുണ്ട്. അവരൊക്കെ മാധ്യമക്കാരെ കൂട്ടിയാണോ പോകാറ്? അവരൊക്കെ അത് വലിയ ആഘോഷമാക്കിയാണോ പോകാറ്? അപ്പോൾ ഈ ആഘോഷത്തിൻ്റെ രാഷ്ട്രീയ അർത്ഥം വായിക്കാനുള്ള സാക്ഷരത, അക്ഷരജ്ഞാനം കേരളം പോലൊരു സമൂഹത്തിനുണ്ട് കൃഷ്ണദാസേ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ അനിൽ അക്കരയെ പോലൊരു സുഹൃത്ത് എന്ത് ഉരുണ്ട് കഴിഞ്ഞാലും നിങ്ങളും BJPയും തമ്മിലല്ല മത്സരം നടക്കാൻ പോകുന്നത്. ഈ BJP പ്രതിദാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തിനെതിരായിട്ട്, മതരാഷ്ട്രത്തിനെതിരായിട്ട് ചിന്തിക്കുന്ന മതനിരപേക്ഷ ശക്തികളും BJPയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ആ മതനിരപേക്ഷ നിലപാട് കറകളഞ്ഞ രീതിയിൽ സൂക്ഷിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ ജനങ്ങളുടെ പ്രതിനിധിയാവുക എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. ശരി, അതുകൊണ്ട് BJPയെ നന്നായി മനസ്സിലാക്കിയ മനുഷ്യർ കേരളത്തിലുണ്ട് എന്നതാണ് KTയുടെ പോയിന്റ്. ടോണി, ഇപ്പം നേരത്തെ മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചു KT കുഞ്ഞിക്കണ്ണൻ. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മണിപ്പൂർ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് പറയുന്നുണ്ടോ? കാരണം ദേശീയ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിൽ മണിപ്പൂർ നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലം കണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഈ കാലം കാണുന്ന ഏറ്റവും ഹീനമായ വംശഹത്യ സംഗതികളിലൊന്നാണത്. അവിടെ തകർക്കപ്പെട്ട ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ എണ്ണം നേരത്തെ KT ചൂണ്ടിക്കാണിച്ചു. നിശ്ചയമായും അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായിരിക്കും. അത് സമ്മതിദായകന്റെ മനസ്സിലുണ്ടാവും എന്ന് പറയുന്നുണ്ടോ? ഇന്ത്യയിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളമുള്ള തീരുമാനം
KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ പാലക്കാപ്പള്ളി അച്ഛൻ വിശദമായി അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മണിപ്പൂരിൽ നടന്നത് ഏറ്റവും നികൃഷ്ടമായ ഒരു ആക്രമണമാണ് മണിപ്പൂരിൽ നടന്നത്. അതൊരിക്കലും അത് ക്ഷമിക്കുവാൻ ഒരു ആർക്കും, അത് കത്തോലിക്ക എന്നുള്ളതല്ല, ക്രിസ്ത്യാനി എന്നുള്ളതല്ല, ആർക്കും അത് ക്ഷമിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അതിൽ അവിടെയുള്ള ക്രൈസ്തവർക്ക് നീതി ലഭിച്ചിട്ടില്ല. അവിടെയുള്ള ക്രൈസ്തവർക്ക് മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ മേഖലകളിലെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെ നീതി ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് ഒരു ക്രൈസ്തവരുടെ ഇടയിലെ ഒരു വലിയ വേദനയാണ്, വലിയൊരു വിഷമമാണ്. മണിപ്പൂരിൽ നടന്ന ആ ഒരു വംശഹത്യ പോലുള്ള ആ ഒരു അതിദാരുണമായ ആ പീഡനങ്ങളെ ഞങ്ങൾ ഒരിക്കലും ക്രിസ്ത്യാനികൾക്ക് മറക്കാൻ കഴിയില്ല. പക്ഷേ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരുമല്ല ക്രൈസ്തവർ. ഞങ്ങളുടെ ഇവിടുത്തെ നിലവിൽ കുറിപ്പ് വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഉണ്ട്, ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ കൃത്യമായിട്ടും ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് ഉത്തരവാദിത്വമുണ്ട്. ശ്രീ മോദി ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാതിരിക്കുന്നത് തെറ്റാണ്. കാരണം അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മണിപ്പൂർ പോകാൻ ഇതുവരെ കഴിയാത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. അതിൽ ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് വേദനയുണ്ട്. അതിനും ഉപരിയായി അതുപോലെ തന്നെ ഇന്ത്യയിലെ ക്രൈസ്തവർ, പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളായ ക്രൈസ്തവർ വളരെയധികം കാർഷിക മേഖല തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. റബ്ബറിന് വിലയില്ല. ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം കർഷകർ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ടൊന്നും ഇവിടെയുള്ള ഗവൺമെൻറ്, കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റോ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റോ യാതൊന്നും ചെയ്യുന്നില്ല. അതിനെതിരായിട്ടുള്ള അതിശക്തമായ സമരം നടത്തുന്നത് കത്തോലിക്ക കോൺഗ്രസ്സാണ്. കത്തോലിക്ക കോൺഗ്രസ്സാണ് ഇന്ന് കത്തോലിക്ക സഭയുടെ സാമുദായിക സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. അല്ലാതെ കത്തോലിക്കർക്ക് വേണ്ടിയിട്ട് സമരമല്ല കത്തോലിക്കർ ചെയ്യുന്നത്. ഇവിടെയുള്ള മുഴുവൻ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സമരരംഗത്താണ് കത്തോലിക്ക കോൺഗ്രസ് നിരന്തരമായി നിൽക്കുന്നത്. അത് ഇവിടുത്തെ കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയമാണ്. ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടം. ഞങ്ങളുടെ മക്കൾ വിദേശത്തേക്ക് പോവുകയാണ്. കാരണം ഇവിടെ നിന്ന് കൃഷി ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്ന രീതിയിലേക്ക് ചിന്ത വയ്ക്കുമ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവരായ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മലയോര മേഖലയിലെ കുട്ടികൾ മുഴുവൻ +2 കഴിയുമ്പോൾ വിദേശത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു വലിയൊരു അരക്ഷിതാവസ്ഥ ഇവിടെയുള്ള കത്തോലിക്കർക്കുണ്ട്, ഇവിടെയുള്ള കർഷകർക്കുണ്ട്. അപ്പോൾ ക്രൈസ്തവർ ഇവിടെയുള്ള കർഷകർക്ക് വേണ്ടി പോരാടുകയാണ്. ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു വിഷയം ഞങ്ങളുടെ വന്യമൃഗങ്ങളുടെ ശല്യം, ആക്രമണം, മലയോര മേഖലയിൽ ജീവിക്കാൻ കഴിയാതെ എല്ലാവരും കുടിയിറങ്ങുന്ന ഒരവസ്ഥ. നേരത്തെ ഒരു കുടിയേറ്റമായിരുന്നെങ്കിൽ ഇന്നൊരു കുടിയേറ്റം മലയോര മേഖലയിൽ നിന്ന് ഉണ്ടാകുകയാണ്. അതുപോലെ ഞങ്ങളുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നൊരവസ്ഥയുണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിലപാടുകൾ ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് പറയാനുണ്ട് എന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതൊരു വലിയൊരു ഇലക്ഷൻ വിഷയമാണ് ഇവിടുത്തെ കർഷകന്റെ വിഷയങ്ങൾ, റബ്ബർ കർഷകന്റെ വിഷയം, കർഷകന്റെ വിഷയം, തേങ്ങ കർഷകന്റെ വിഷയം, ഇതെല്ലാം വലിയൊരു വിഷയമായിട്ട് ഉയർത്തി മനസ്സിലുണ്ടാവുന്നതാണ്. ഞാനൊന്ന് കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ കൃഷ്ണദാസ് അതിനുള്ള മറുപടി എന്താണ്? മണിപ്പൂർ വിഷയമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ അനുഭവിച്ച പ്രശ്നത്തിന് BJPക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് കൂടിയാണ് വളരെ കൃത്യതയോടെ കത്തോലിക്ക സഭ പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ സ്വർണ്ണ കിരീടത്തിന് പൈസ കളയുന്നത് എന്തിനാണ് വെറുതെ? നിഷാദ്, അങ്ങ് സ്വർണ്ണ കിരീടത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു സ്വകാര്യ ചടങ്ങാണ് എന്ന് അങ്ങേക്കും അറിയാം. അത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടില്ലല്ലോ ശ്രീ കൃഷ്ണദാസ്. നമ്മൾ എന്തിനാണ് ഇത്രമേൽ നിഷ്കളങ്കരാവുന്നത്? നിങ്ങളൊക്കെ രാഷ്ട്രീയക്കാരല്ലേ, നമ്മൾ രാഷ്ട്രീയം അറിയാവുന്നവരല്ലേ? എന്തിനാണ് ഇത്രമേൽ നമുക്കൊരു നിഷ്കളങ്ക നാട്യത്തിന്റെ ആവശ്യം എന്തിനാണ്? അദ്ദേഹം ഇതിനു മുമ്പ് ഏതെങ്കിലും പള്ളിയിൽ പോയി സ്വർണ്ണ കിരീടം സമർപ്പിക്കുന്ന കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ, സഹപാഠികൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വർണ്ണ കിരീടം കൊടുക്കേണ്ട പള്ളികൾ വേറെയുണ്ട്, താങ്കൾക്ക് വ്യക്തിപരമായ അടുപ്പമുള്ള വേറെ പള്ളികളെന്ന്. തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് സംഗതി എന്താണെന്ന്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, മണിപ്പൂർ മനസ്സിലുണ്ട് എന്നാണ് അവിടുത്തെ ക്രൈസ്തവർ പറയുന്ന കാര്യം. അല്ല നിഷാദെ, അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം അത് ചെയ്തത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന സ്വകാര്യ ചടങ്ങുകളുടെ എല്ലാം ഭാഗമായിട്ടല്ലേ അതെല്ലാം നടക്കുന്നത്. ഞാനതാ ചോദിക്കുന്നത്, നിങ്ങൾ എല്ലാത്തിലേക്കും ഒരു രാഷ്ട്രീയത്തെ എന്തിനാണ് തിരികെ കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതിലെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള കാര്യമാണ്. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, മണിപ്പൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് നിരവധി മേഖലകളിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അവിടുത്തെ ഗവൺമെൻറ് യുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ആ സമയത്ത് എടുത്തിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാടുകൾ അദ്ദേഹം അവിടെ പോയി നിന്ന് 2 ആഴ്ചക്കാലം അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പോയതിനു ശേഷം തകർക്കപ്പെട്ട പള്ളികളുടെ എണ്ണം എത്രയുണ്ട് ശ്രീ കൃഷ്ണദാസ്? അമിത്ഷാ പോകുന്നത് എപ്പോഴാണ്? അമിത്ഷാ മണിപ്പൂർ കത്തി തുടങ്ങുമ്പോൾ പോയിട്ടില്ല കേട്ടോ. അമിത്ഷാ മണിപ്പൂർ കത്തുമ്പോൾ അമിത്ഷായും മോദിയും കർണാടകയിൽ റോഡ് ഷോ നടത്തുകയാണ്. അതിനുശേഷം
കലാപം വലുതായ ശേഷമാണ് അമിത്ഷാ പോകുന്നത്. അദ്ദേഹത്തിന് അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷവും പള്ളികൾ തകർക്കപ്പെട്ടു. 272 എണ്ണം. ഞങ്ങളുടെ പള്ളികൾ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പോലെ വന്ന് തകർത്തു എന്ന് പറഞ്ഞത് അവിടുത്തെ ബിഷപ്പാണ്, ഇവിടുത്തെ ഇംഫാലിലെ. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. പോട്ടെ, രാഹുൽ ഗാന്ധി പോലും അവിടെ ചെന്നു. എന്തുകൊണ്ട് മോദി പോകുന്നില്ല? എവിടെല്ലാം പോയി റോഡ് ഷോ സംഘടിപ്പിക്കുന്നു. കേരളത്തിൽ 2 തവണ വന്നു. പോവണ്ടേ മണിപ്പൂരിൽ? നമ്മുടെ സഹോദര സംസ്ഥാനങ്ങളിലൊന്ന് നീറിക്കത്തുമ്പോൾ അതല്ലേ ആദ്യത്തെ ഉത്തരവാദിത്വം? നിഷാദ്, ഇവിടെ പാലായിലെ ബിഷപ്പ് ഒരു പ്രസ്താവന നടത്തിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഈ ഗവൺമെൻറ് എടുത്ത നടപടി എന്തായിരുന്നു? കോട്ടയത്തെ ഒരു പള്ളിയിൽ ഡിവൈഎഫ്ഐക്കാർ എത്ര ദിവസമാണ് ആ പള്ളി പൂട്ടിയിട്ടുകൊണ്ട് വിശ്വാസികളെ അവിടെ പൂട്ടിയിടാനുള്ള സാഹചര്യമുണ്ടായത്? ഇവിടെ ഒരു വിശ്വാസികൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ഒരു പള്ളി തകർന്നിട്ടില്ല. ഇവിടെ ഒരു വംശഹത്യാ പദ്ധതിയും നടക്കില്ല. ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനും അതുമായി ബന്ധപ്പെട്ടില്ല. താങ്കൾക്കറിയാം. മണിപ്പൂരിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് പറഞ്ഞിട്ട് താങ്കൾ വന്നോളൂ വേണമെങ്കിൽ ഇതിലേക്ക്. അല്ല, ഞാൻ മണിപ്പൂരിലേക്ക് തന്നെ വരാമെന്ന്. മണിപ്പൂരിൽ വിഷയങ്ങളുള്ളതിനെ സംബന്ധിച്ച് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ആ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുന്നുണ്ട്, നേരത്തെയും നടക്കുന്നുണ്ട്. ഇനി മാസം 7-8 ആയിട്ടും ഇപ്പോഴും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, തോക്കുകളുമായി മെയ്തേയ് സംഘം റോന്തു ചുറ്റാൻ അവിടെ ഒരു പട്ടാളക്കാരനെ കൊന്നു ഈ ദിവസം. നമുക്കറിയാലോ. എന്താ നിങ്ങൾ പരിഹരിച്ചത്? അവിടെ മെയ്തേയ് സംഘം മാത്രമല്ലെന്ന്. അവിടെ മെയ്തേയ് സംഘം മാത്രമല്ല, കഴിഞ്ഞ ദിവസം കുക്കികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, വെടിവയ്പുണ്ടായിട്ടുള്ളതെല്ലാം അങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ അങ്ങ് പൂർത്തിയാക്കട്ടെ. എന്റെ നിങ്ങളുടെ മുഖ്യമന്ത്രി ബീരൻ സിംഗും മെയ്തേകളുടെ കൂടെയാണല്ലോ. നിങ്ങളൊരു സമവായത്തിന്റെ പാതയല്ലല്ലോ അവിടെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ ഞാൻ പറയണമെന്നാണോ ഉദ്ദേശം? അത് അങ്ങയുടെ ചോദ്യം മാത്രം മതി എന്നുള്ളതാണോ ഉദ്ദേശമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഞാനൊന്ന് പറയട്ടെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ചർച്ച നടന്നത് കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണല്ലോ. കോൺഗ്രസ്സുകാർ വലിയ പുകലുണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണല്ലോ. ഇടതുപക്ഷം രാജ്യം മുഴുവൻ പ്രശ്നമുണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണല്ലോ. എന്തായി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഫലം? ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണിപ്പൂരിലെ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് മിസോറാമിലാണ്. കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? 5 MLA-മാരുണ്ടായിരുന്നു, ഒന്നായി ചുരുങ്ങി. BJP-യുടെ അവസ്ഥ എന്തായി? BJP-യുടെ MLA-മാരുടെ എണ്ണം കൂടി. ഞാനതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വശത്തിൻ്റെ കണ്ണിൽ കൂടി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പക്ഷെ മറിച്ച് തെറ്റായ വിവരങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് അത് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചാൽ ഇതെല്ലാം ആ സ്ഥലത്തുള്ളവരും മറ്റുള്ള സ്ഥലത്തുള്ളവരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അവരെല്ലാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അവരെല്ലാം പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇനി അതിനുശേഷം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വിളിച്ചിട്ടുള്ള വിരുന്നിൽ എല്ലാ ആളുകളും പങ്കെടുത്തല്ലോ. ആ പങ്കെടുത്ത സമയത്ത് എന്തൊക്കെ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും എന്ന് ഒന്നും സംസാരിച്ചിട്ടില്ല. വിമർശനം കേട്ടവരാണ്. അതിനുശേഷം KCBCയുടെ കുറിപ്പ് അല്ല, അത് നിങ്ങളോട് അല്ലെന്ന് നിഷാദിനോട് ചോദിച്ചിട്ടോ ഈ പാനലിലിരിക്കുന്ന കോൺഗ്രസിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ചോദിച്ചിട്ടാണോ ചർച്ചകൾ നടത്തുക, വിഷയങ്ങൾ സംസാരിക്കുക? ആ വിഷയം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയോ? എന്താ സംസാരിച്ച വിഷയം എന്തായാലും അതിനുശേഷം KCBC പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത് നിങ്ങളെ നമ്പാൻ പറ്റില്ല എന്നാണ്. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ആ വിരുന്നിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒരു വാദം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ആ വാദം ശരിയായിരുന്നോ? അവരുന്നയിച്ച വാദം എന്താണ്? ഈ രാജ്യത്ത് BJP ക്രിസ്തുമസ് ദിനത്തിൽ നടത്തിയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വിരുന്നിനെ എത്ര രാഷ്ട്രീയപരമായ കണ്ണുകൂടി കണ്ട് അത് കേരളത്തിൽ എത്രത്തോളം ലാഭകരമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള പരീക്ഷണശാലയല്ലേ നടത്തിയത്? അത് വിജയിച്ചോ? അങ്ങനെ വിജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണോ കേരളത്തിലുള്ളത്? അങ്ങനെയുള്ള നിലപാടാണോ കോൺഗ്രസ്സുകാരനും ഇടതുപക്ഷം ഉയർത്തിയത് കേരളത്തിൽ? അവരെന്തൊക്കെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിലാണ് ആ വിഷയത്തെ കാണാൻ വേണ്ടി ശ്രമിച്ചത്? ഇനി ഒന്നും വേണ്ട. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ചിത്ര എന്ന് പറയുന്ന ഗായികക്കെതിരായി ഇടതുപക്ഷത്തിൻ്റെ സൈബർ ആക്രമണം എത്രയായിരുന്നു? കണ്ടതല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇതെല്ലാം വലിയൊരു പുകമറക്കുള്ളിൽ നിൽക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് വിചാരിക്കാം. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല. അതൊന്നും കേരളത്തിൽ കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ നമുക്കറിയാവുന്ന ഒരു സവിശേഷ സാഹചര്യമുണ്ട്. അവിടെ സുരേഷ് ഗോപി മത്സരിക്കുന്നത് ഈ പറയുന്ന ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ്. തൻ്റെ ഉടുപ്പിന് പുറത്തുകൂടി അയ്യപ്പൻ്റെ ലോക്കറ്റ് പുറത്തേക്ക് ഇട്ടുകൊണ്ട് വൻ ഷോയാണ് അവിടെ അന്ന് നടത്തിയത്. അല്ല, അതിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും BJPക്ക് വോട്ട് കൂടി, തൃശ്ശൂരും കൂടിയിട്ടുണ്ട്. അത് അന്നത്തെ സാഹചര്യമല്ലേ. ഇന്ന് BJPക്ക് അത്തരം അനുഗുണമായ സിറ്റുവേഷൻസ് ഇല്ലല്ലോ. എന്നിട്ടും BJPയാണ് സെക്കൻഡ്, BJPയാണ് പോരാടുന്നത് എന്ന് പറയുന്നതിൻ്റെ ദുരുദ്ദേശം എന്താണ് അനിലക്കര? അല്ല, ഞാൻ അതിന് മുമ്പ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ ടോണി ജോസഫ് കൃത്യമായി രാഷ്ട്രീയ നിരീക്ഷണമാണ് ഈ ചർച്ചയിൽ വെച്ചത്. ഏറ്റവും കാതലായ പോയിന്റും അദ്ദേഹം തന്നെയാണ് വെച്ചത്. ഞാൻ അദ്ദേഹത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാതലായ 2 പ്രശ്നങ്ങൾ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു. മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയവും
അതുപോലെ തന്നെ ഈ രാജ്യത്തെ കർഷകർ അനുഭവിക്കുന്ന വിഷയത്തെയും രണ്ട് സർക്കാരുകളും പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഗുരുതരമായ വിഷയമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇവിടെ തൃശ്ശൂരിൽ നിഷാദ് സൂചിപ്പിച്ച പോലെ ഈ തൃശ്ശൂരിലെ പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടെ BJP-യുമായിട്ടാണ് ഞങ്ങൾ മത്സരം എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നത്? അത് ഈ പറഞ്ഞു തന്നെയാണ്. ഇപ്പം ഇന്ന് ചർച്ച നടത്തേണ്ട കാര്യം എന്താണ്? നരേന്ദ്രമോദി തൃശ്ശൂരിൽ ഫോക്കസ് ചെയ്ത് രണ്ടാമത്തെ തവണയും വന്ന് തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലേക്ക് ഇന്ന് ഈ രാഷ്ട്രീയ പ്രചരണത്തിന് വരുന്ന സമയത്ത് ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ മുഖ്യമന്ത്രി നേരിട്ട് അവിടെ പോകുന്ന സാഹചര്യം വരുമ്പോൾ ഞങ്ങൾ ആരായിട്ടാണ് മത്സരം എന്നാണ് നിഷാദ് പറയേണ്ടതായിട്ടുള്ളത്. അത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഇവിടെ വക്താവായിട്ടാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് CPM-നെ, കേരളത്തിലെ CPM-നെ, രാജ്യത്തെ CPM-നെ അല്ല, കേരളത്തിലെ CPM-നെ എങ്ങനെ ഇന്ത്യ മുന്നണിയുടെ വക്താവായി സംസാരിക്കാൻ കഴിയുക? ഈ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് ഒരു പ്രതിനിധിയെ പോലും അയക്കാതെ കേരളത്തിലെ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി, ആ രാഷ്ട്രീയമായ നേട്ടം കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് ഒരു പ്രതിനിധിയെ പോലും കൊടുക്കാൻ കഴിയാത്ത CPM-ന്റെ പ്രതിനിധിയാണ് ഇവിടെ വന്ന് ഇന്ത്യ മുന്നണിയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടായല്ലോ. ഇവർക്ക് രാഷ്ട്രീയമായ മര്യാദയാണ് ഉള്ളതെങ്കിൽ വയനാടിൽ ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരായി സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറഞ്ഞ് മാതൃകാപരമായ നിലപാട് സ്വീകരിക്കാൻ എന്താണ് ഇവർ കഴിയാതിരിക്കുന്നത്? അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ തൃശ്ശൂരിലെ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട എന്ത് രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്? അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ അവർക്ക് അങ്ങനെ പ്രഖ്യാപിക്കാമല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. പരമോന്നത സ്ഥാനീയനായ പോപ്പ് രാഹുൽ ഗാന്ധിയാണ്. അല്ല, ഇന്ത്യ മുന്നണി പോരാണ്ട് BJP ആയിട്ടാണ് അനിലേ, അല്ലാതെ CPM ആയിട്ടല്ല, CPI ആയിട്ടല്ല, BJP ആയിട്ട് നേരിട്ട് പോരാടണം. ഇന്ത്യ മുന്നണിക്കകത്ത് അല്ല, ഞാൻ ചോദിക്കുന്നത് അത് പോപ്പ് രാഹുൽ ഗാന്ധിയാണോ എന്നല്ല വിഷയം. ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ മുന്നണിയിലേക്ക് ഒരു പ്രതിനിധി അവർക്ക് എന്തുകൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല? അതിനുള്ള മറുപടി അവർ പറയട്ടെ. ഇവിടെ ഈ പറഞ്ഞ തൃശ്ശൂർ ഞങ്ങൾ അതിനൊരു മുന്നണിയായിട്ട് കാണുന്നില്ല. സംസാരിക്കരുത്, ഞങ്ങൾ സംസാരിച്ചോളാം. അപ്പൊ നിങ്ങൾ അതിന്റെ വക്താവാകരുത്, ഞങ്ങൾ സംസാരിക്കാം. ഇവിടെ ശ്രീ കൃഷ്ണദാസ് ഇവിടെ തൃശ്ശൂരിലെ അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവരെ കുറിച്ച് പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂരിൽ ഈ പറയുന്ന ജൂബിലി ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി തർക്കത്തിലെ വിഷയം, സെന്റ് തോമസ് കോളേജിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം, വിമല കോളേജിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം, അമല ആശുപത്രിയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുടെ BJP നേതാക്കന്മാരായ ഹിന്ദു ഐക്യവേദിയിലെ പ്രവർത്തകർ കൊടുത്ത കേസുകൾ നിങ്ങൾക്കൊന്ന് പിൻവലിക്കാൻ പറ്റുമോ? തൃശ്ശൂരിലെ പള്ളികൾ പണിയുന്നതുമായി ബന്ധപ്പെട്ട് എത്ര പള്ളികളുടെ നമ്പർ കൊടുക്കുന്നതിനായിട്ടുള്ള നിങ്ങളുടെ പരാതികൾ നിൽക്കുന്നുണ്ട്? തൃശ്ശൂരിലെ പള്ളികളിൽ എത്ര ശ്മശാനങ്ങൾക്കെതിരായി നിങ്ങൾ കൊടുത്ത കേസുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്? നിങ്ങൾക്ക് ആത്മാർത്ഥി ഉണ്ടെങ്കിൽ, സുരേഷ് ഗോപിക്ക് ആത്മാർത്ഥി ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി പിന്നെ വിളിച്ചു പറയണം BJP-യുടെ നേതാക്കന്മാരോട് പള്ളികൾക്കെതിരായി കൊടുത്ത പരാതികൾ, ശ്മശാനങ്ങൾക്കെതിരായി കൊടുത്തിട്ടുള്ള പരാതികൾ, ഈ അമലാശുപത്രിയുടെ ചിത്രപ്പള്ളിയിലേക്ക് പോകുന്ന ഭൂമി, PWD വകുപ്പ് സൂക്ഷിക്കാൻ കൊടുത്ത ഭൂമി കയ്യേറി എന്ന് പറഞ്ഞ പരാതി നിങ്ങൾ പിൻവലിക്കണം. അങ്ങനെയുള്ള പരാതികൾ പിൻവലിക്കണം. അതുപോലെ തന്നെ സുരേഷ് ഗോപി പറയേണ്ട ഒരു കാര്യമാണ്, അന്ന് അമിത്ഷായെ കണ്ട് വലിയ ആവേശത്തിൽ പറഞ്ഞല്ലോ, മണിപ്പൂരിലെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ഒരു ആണൊരുത്തനുണ്ട് എന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഇവിടെ വന്ന് ലൂർദ് മാതാവിന്റെ പള്ളിയിൽ വന്ന് മാതാവിന്റെ ശിരസിനകത്ത് കിരീടം വെക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രാചിത്വം മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടതായിരുന്നു? ലൂർദ് മാതാവിന്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടതായിരുന്നു. അമിത്ഷായുടെ മുന്നിൽ നിന്ന് മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയ ഒരു വലിയ സമുദായത്തെ അവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ആ വർഗീയവാദികളോട് അല്പമെങ്കിലും സന്ധി ചെയ്ത് അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ആവേശം കൊണ്ട സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ നിന്നും മുട്ടുകുത്തി പ്രാർത്ഥിക്കണമായിരുന്നു. അതിനുശേഷമാണ് അവിടെ കിരീടം വെക്കേണ്ടത്. ആ കിരീടം വീണുപോയതിന്റെ മറ്റു വിഷയത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഇത് ആത്മാർത്ഥതയില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആത്മാർത്ഥയില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒരു ക്രിസ്ത്യാനി അവന്റെ സാമുദായികമായ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുംഭസാരമാണ്. ആ കുംഭസാരം രഹസ്യമായി സൂക്ഷിക്കുന്ന ക്രിസ്ത്യാനി, ആ ക്രിസ്ത്യാനി സ്വാഭാവികമായും തന്റെ വഴിപാടുകൾ പ്രദർശന വസ്തുവാക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സിലാകുമെന്നാണ്. അല്ല, കെട്ടിക്കുഞ്ഞുങ്ങളെ നോക്കൂ, ഇവിടെ നേരത്തെ ടോണി ചൂണ്ടിക്കാണിക്കുകയാണ് BJP ഒന്നും കേരളത്തിൽ ഒന്നും ആവാൻ പോകുന്നില്ല, ഉദാസീന സമീപനം സ്വീകരിച്ചാൽ അവരിടയിലൂടെ വളരുമെന്ന്. നോക്കുമ്പോൾ തൃശ്ശൂർ ഫോക്കസ് ചെയ്ത് അവർ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എന്താണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരട്ടെ എന്ന് വെയിറ്റ് ചെയ്യണോ? ഒരു BJP-യെ പോലും രാഷ്ട്രീയ പാർട്ടി പലതരത്തിൽ അഡ്വാൻസ് ചെയ്യും. അവർക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിനെ ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യണം. നിങ്ങൾ പരമ്പരാഗത വഴിയിൽ കാത്തിരിക്കുകയാണോ? അല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ട് മാസങ്ങളായി. ഞങ്ങൾ
വോട്ടർമാരെ ബൂത്ത് തലത്തിൽ തന്നെ ഗൃഹാടിസ്ഥാനത്തിൽ തന്നെ സമീപിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ രീതിയിലുള്ള ഒരു ഒരുക്കം, ഒരു സജ്ജീകരണം അതിനുവേണ്ടി നടത്തിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ഈ ചർച്ചയിൽ ഉള്ള കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധി ടോണി ജോസഫ്, അദ്ദേഹത്തെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിലെ നാണ്യവിള കർഷകർ, പ്രത്യേകിച്ച് റബ്ബർ കർഷകർ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയുടെ മുഖ്യ ഉത്തരവാദി ആസിയൻ കരാറ് നടപ്പാക്കിയ ആളുകളാണ്. അത് മറന്നു പോകരുത്. തെക്ക് ഏഷ്യൻ രാജ്യങ്ങളിലെ ഈ റബ്ബർ ഉൽപ്പാദക മേഖലയിൽ നിന്ന് കുറഞ്ഞ വിലക്ക് MRFന് റബ്ബർ ഇറക്കുമതി ചെയ്തു കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയമാണ്. ആ നയം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുകളിൽ അടിച്ചേൽപ്പിച്ചത് UPA സർക്കാരാണ്. ആ UPA സർക്കാർ അത് അടിച്ചേൽപ്പിച്ചപ്പോൾ അന്ന് കേരളമൊട്ടാകെ അതിനെതിരായിട്ട് പ്രതിഷേധത്തിന്റെ പ്രതിരോധം നിർദ്ദേശിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ഞാൻ പറയുന്നത് കേരളം പോലെ ഒരു സംസ്ഥാന സർക്കാർ അതിന്റെ പരിധിക്കകത്ത് റബ്ബർ വിലയുടെ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ കാരണം എന്താണ്? നിങ്ങൾ യഥാർത്ഥ കാരണം കാണാതെ എന്താണ് ഗൗഡി സൂത്രം പ്രയോഗിക്കുന്നത്? ഇതാ വാലാണ് പ്രശ്നം എന്ന് പറയരുത്. യഥാർത്ഥത്തിൽ ആസിയൻ കരാർ അടിച്ചേൽപ്പിച്ച, ഇറക്കുമതി ഉദാരവൽക്കരിച്ച കോൺഗ്രസിന്റെയും BJPയുടെ നയമാണ് കേരളത്തിലെ നാണ്യവിള കൃഷിക്കാരുടെ. തൃശ്ശൂരാണ് നമ്മുടെ വിഷയം. തൃശ്ശൂരിൽ BJP നന്നായി പണിയെടുക്കുന്നുണ്ടതിന്റെ പ്രതിഫലം എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഇരു മുന്നണികൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. കാത്തിരുന്ന് കാണണം എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് അവിടെ ഉണ്ടാവുന്നത്. താങ്ക് യു സി KT കുഞ്ഞിക്കണ്ണനൊപ്പം തന്നെ അനിൽ അക്കര, ശ്രീ കൃഷ്ണദാസ്, ടോണി ജോസഫ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പറഞ്ഞതിന്